ദേവസ്വങ്ങളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, കുടൽമാണിക്യം ദേവസ്വം ബോർഡ്, അതോടൊപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഇങ്ങനെ ഒരുപാട് 4-5 ദേവസ്വം ബോർഡുകളുണ്ട്. ഈ ദേവസ്വം ബോർഡുകളിലെല്ലാം ഭരണങ്ങളെല്ലാം ഒരു ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ടതാണ് വർത്തമാനകാലത്ത് അനിവാര്യമായി വേണ്ടത്. പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1251 ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ സ്വയം പര്യാപ്തതയോടുകൂടി പ്രവർത്തിക്കുന്നത് 51 ക്ഷേത്രങ്ങൾ മാത്രമാണ്. ബാക്കി 1200 അവൻ്റെ നിത്യദാനങ്ങൾ നടന്നു പോകുന്നത് ശബരിമല ഭഗവാന്റെ കിട്ടുന്ന നേർച്ചയും കാരുണ്യം കൊണ്ടാണ് നടന്നു പോകുന്നത്. പക്ഷെ എന്നും ശബരിമല ഒരു വിവാദ ഭൂമിയാണ്. ആരോപണം മാത്രമല്ല, ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ആരോപണങ്ങൾ. അവിടെ വന്ന് അവിടെ സ്വർണ്ണപ്പാളി കൊടുത്ത ആളുണ്ട്. ആളെ നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം കൊടുത്ത പാളി വരെ ഇപ്പോൾ അവിടെ ഇല്ല. ദ്വാരപാലകന്മാർക്ക് പൊതിഞ്ഞിരുന്ന അയ്യപ്പൻ്റെ മുമ്പിൽ അയ്യപ്പനെ കൊണ്ടുപോയില്ല. അയ്യപ്പനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് കൊണ്ടുപോയിട്ട് പറയുന്നില്ല, കരിങ്കല്ലാണ്. പക്ഷേ നല്ല ഖനമുള്ള കൊണ്ടുപോകാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. അവിടെ ഉള്ളതാണ് 7.5 പൊന്നാന. ആ 7.5 പൊന്നാനയും പൊക്കിക്കൊണ്ടുപോകാനൊരു കാലഘട്ടത്തിൽ ചില ഭരണക്കാർ ശ്രമിച്ചതായി കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രാദേശിക ഉപദേശ സമിതിയുടെ ശക്തമായ ഇടപെടലുകൊണ്ട് എത്രയോ കോടി വിലയുള്ള ആ സ്വർണത്തിൻ്റെ 7.5 പൊന്നാന കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് അഴിമതി, കെടുകാര്യസ്ഥതയില്ലാതെ എന്നും ആരോപണങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ഒരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എന്നാൽ പണമില്ലാത്ത ബോർഡുണ്ട് മലബാർ. അവിടെ ദാരിദ്ര്യമാണ്. ഒരുപാട് അമ്പലങ്ങളുണ്ട്. അവിടെ നിത്യദാനങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ സാധിക്കാതെ, ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാനൊക്കാതെ അവരെല്ലാം ദാരിദ്ര്യരേഖ താഴെ കിടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ നിക്ഷേപം ഇട്ടുകൊണ്ട് ഗുരുവായൂർ ഇഷ്ടംപോലെ സമ്പത്ത്, അവിടെ കുടൽമാണിക്യം, അവിടെ ഇഷ്ടംപോലെ സമ്പത്ത്, അങ്ങനെ പലയിടത്തും സമ്പത്ത് ഒന്നുകൂടി കിടക്കുകയും മറ്റു ചില ക്ഷേത്രങ്ങളെല്ലാം ഒരു മാർഗമില്ലാതെ ജീവനക്കാരെ വിഷമിക്കുകയും ചെയ്യുന്ന നിലനിൽക്കുകയും, അതോടൊപ്പം എന്നും ശബരിമല അവിടെ ഏലക്കാമടിച്ചൽ, അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ഓരോ പർച്ചേസിങ്ങിലും കുംഭകോണങ്ങളുടെ കുംഭമേള നടക്കുന്നു എന്ന് നിങ്ങളെല്ലാം കണ്ടുപിടിച്ച് അത് ജനമധ്യത്തിൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പാളി പോയിട്ട് എത്രയോ കൊല്ലമായി, എന്നിട്ട് ഈ ഭരണസമിതി വന്നിട്ടല്ലേ കണ്ടുപിടിച്ചത്? ഇതിന് മുമ്പുള്ളവരാരും കണ്ടുപിടിച്ചില്ലല്ലോ. തൂക്കിയിട്ട് 4.5 കിലോ ആണ് ഇല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര കോടിയുടെ സ്വർണ്ണമാണ് മിസ്റ്ററെ? ഇത് എന്തൊരു വഞ്ചനയാണ്. ദേവസ്വം ബോർഡിൽ അങ്ങനെ ഗൂഢസംഘം ഉണ്ടെന്നാണോ കരുതുന്നത്? അല്ലെ, ഗൂഢസംഘം ദേവസ്വം ബോർഡിൽ ഇല്ലെങ്കിൽ ഇത് എങ്ങനെ പോകും? കാരണം ഇന്നത്തെ ഭരണ സംവിധാനം തന്നെ മാറണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളെ എല്ലാം ഇന്നുള്ള ഭരണ സംവിധാനം മാറിക്കൊണ്ട് രാഷ്ട്രം ഭരിക്കാൻ രാഷ്ട്രീയക്കാർ ഏതായാലും വേണം. രാഷ്ട്രീയക്കാർ നമുക്ക് ഉപേക്ഷിക്കാൻ ഒക്കില്ല. പല രാഷ്ട്രീയക്കാർക്കും ഇടം കൊടുക്കാനുള്ള ഇടമായിട്ട് ഈ ദേവസ്വം ബോർഡുകൾ മാറുന്നത്. ദേവസ്വം ബോർഡുകളിൽ ഏതാണ്ട് ചില അവസരം ലഭിക്കാത്ത രാഷ്ട്രീയക്കാർക്ക് അവസരം കൊടുക്കുന്ന ഒരു ഇടമായിട്ടോ ദേവസ്വം ബോർഡുകളെ മാറ്റാതെ, എന്നാൽ അവരും വേണം. നല്ല IAS ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇതുപോലുള്ള ദേവസ്വം ബോർഡ് കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിന് ശരിയായ നേരിട്ടുള്ള നിയന്ത്രണം വരാവുന്ന രീതിയിൽ പുതിയൊരു സംവിധാനം തന്നെ. നിങ്ങൾ നോക്ക്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഏലം ബോർഡുണ്ട്, കോഫി ബോർഡുണ്ട്. ഈ ബോർഡുകളിൽ ആരുടെ കൈവെക്കാൻ അവിടെ കമ്മിറ്റിയുണ്ട്, പക്ഷെ സെക്രട്ടറി IAS
IAS-കാരന് എപ്പോഴും കള്ളം ചെയ്യാനും കള്ളത്തരം ചെയ്യാനും ഭയമാണ്. അവന് ഉത്തരവാദിത്വമുണ്ട്. അവൻ കുഴപ്പത്തിൽപ്പെടും. രാഷ്ട്രീയക്കാർക്ക് എന്ത് ചെയ്താലും നാളെ ടേം കഴിയുമ്പോൾ അവർക്ക് മൂടും തട്ടി പോകാം.